ഇന്നും നമ്മുടെ മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട് നമുക്ക് കാണാമല്ലോ. ഇന്ന് മസ്ജിദുൻ നബവിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഇരിക്കുന്ന ആ കാണുന്ന ചെറിയ സ്ഥലത്തായിരുന്നു ആയിഷ ബീവിയും മുത്തുനബിയും അള്ളാഹുവിന്റെ റസൂലും ഫാത്തിമയുമെല്ലാം അവിടെയാണ് താമസിച്ചിരുന്നത്. അവരുടെ ചെറിയ വീടുകളാണ്, ചെറിയ വീടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ മഹ്ദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവിയും അലിയാരിതങ്ങളും പടച്ചവനെ അല്ലാഹുവേ, ഫാത്തിമ ബീബിയുടെ വീടിനെ കുറിച്ച് പറയുന്നു. കല്യാണം കഴിഞ്ഞു മണവാട്ടിയായി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ മണിയറയ്ക്കകത്ത് കടന്നു ചെന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, കല്ലായിരുന്നു. അവരുടെ മണിയറയിൽ ഉണ്ടായിരുന്ന ഒരു മൃഗത്തിന്റെ തോല് വിരിച്ചിട്ടാണ് അവർ രണ്ടുപേരും കിടന്നുറങ്ങിയത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുന്നു, വദുകുർനാ മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹ് വൽ ഹിക്മതി ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. സ്വന്തമായിട്ട് ഭവനം പണിതിട്ട് വീടിനകത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പടച്ചവനെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് ശത്രുക്കളെ പോലെ വീടിന്റെ ഒരു പുതപ്പിന്റെ കീഴിൽ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പ്രവാചകന്മാരുടെ ഭക്തിമാരോട് അല്ലാഹു പറയുകയാണ്, വദുകുർനാ മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹ് വൽ ഹിക്മതി ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ വചനങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്ന വീടാകണം. അല്ലാഹുവിന്റെ വചനങ്ങളും തത്വജ്ഞാനവും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. അന്ന് പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ വചനങ്ങളും അല്ലാത്തവയുമായ വഹിയും ദൈവിക സന്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പലപ്പോഴും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്കാണ് പലപ്പോഴും വഹി ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. കൂടുതൽ വഹിയും പ്രവാചകന്റെ വീടിൽ തന്നെയാവുന്നേ. തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കാണ് ആ വഹി ഇറങ്ങി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഹി ഇറങ്ങി വരുന്നത് അവർക്ക് കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നത്തെ കാണുന്നില്ല, അന്നത്തെ വീടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കണം. ഇന്ന് അങ്ങനെയുള്ള വീടുകൾ കാണണമെങ്കിൽ വല്ല കോളനിയിലും പോകണം, അല്ലേ? ഇവിടൊക്കെ വായ്പാട് ഞാനിപ്പോ റമദാൻ മാസത്തിൽ ഇവിടെ കൊടുക്കുന്ന കിറ്റുകളെ കുറിച്ച് റൂമിലിരുന്ന് സംസാരിച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ പറഞ്ഞില്ല, ഈ നേർച്ചയാക്കും ആടിനെയും പോക്കെ നേർച്ചയാക്കുന്നവരുണ്ട്. ഈ നേർച്ചയാക്കുന്ന ആഹാരം അതിന്റെ അവകാശികൾക്ക് ഞാൻ ഒരു നേരം പോലും ഒരു ആടിനൊക്കെ വേണ്ടി ചറുത്തു കൊടുക്കും. ഒരു കിലോ ഇറച്ചി പോലും വാങ്ങാൻ കഴിയാത്ത എത്രയോ പാപങ്ങളുണ്ട്, അവർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാർ ചോദിക്കുന്നു, അങ്ങനെയുള്ളവർ കേരളത്തിൽ ഉണ്ടോന്നാ ചോദിക്കണം. നമ്മൾ മനസ്സിലാക്കി, നമുക്കറിയാഞ്ഞിട്ടാ. 750 800 രൂപ ഒരു ദിവസം ജോലി ചെയ്ത 500 രൂപ മേടിക്കുന്ന ഇത്ര പാപങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയുള്ള നമ്മൾ കാണുന്നില്ല, കേൾക്കുന്നില്ല. നമ്മൾ ചോദിക്കും പാവങ്ങളുണ്ടോ? കണ്ണ് തുറന്നു നോക്കണം സഹോദരങ്ങളെ. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും എത്രയോ പാവങ്ങൾ. വെള്ള ഉടുപ്പും ജുബ്ബയും തൊപ്പിയും കാറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നെളിഞ്ഞു നടക്കും. ചിലപ്പോൾ അത് ലോൺ വണ്ടിയായിരിക്കാം,
അല്ലെങ്കിൽ വാടക വീട്ടിലായിട്ടിരിക്കണ വസ്ത്രത്തിലൊന്നുമല്ല. എത്രയോ പാപങ്ങൾ ആരുടെ മുന്നിലും കൈനീട്ടാൻ നാണക്കേട് കൊണ്ട് ഇസ്സത്ത് കരുതിയിട്ട് ചോദിക്കാതെ നടക്കുന്ന എത്രയോ വലിയ. അടുത്ത് കൊറോണയുടെ സമയത്ത് ഒരു വലിയ വീട് കണ്ടിട്ട് കിറ്റ് കൊടുക്കുന്നവർ പറഞ്ഞ ഒരു കഥയുണ്ട്. വീട് കണ്ടിട്ട് കയറുന്നില്ല, വലിയ വീടല്ലേ. അവസാനം ആരോ കയറിയപ്പോ നിറകണ്ണുകളോടൊരു ഉമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പടച്ചോനെ ചോദിക്കാൻ നാണക്കേട് കൊണ്ടിരിക്കുക. ആരോ കൊണ്ടുകൊടുത്ത കിറ്റ് വാങ്ങിയിട്ട് കഴിക്കുന്ന കുടുംബങ്ങൾ. അപ്പൊ ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ സമാധാനവും സന്തോഷവും നല്ല ജീവിതവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ ഇൻഷാ അല്ലാഹ്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്ലാസ്സിലൂടെ അൽഹംദുലില്ലാഹ് നമുക്ക് ഈ റമദാൻ മാസത്തിൽ കിറ്റ് കൊടുക്കുന്ന കാര്യം. അണ്ണൻ തന്നെ പൈസ ഓൾറെഡി എൻ്റെ കൈ കൊണ്ട് തന്നു. ആ പൈസ എങ്ങോട്ട് പോയി, എവിടെ വെച്ച് ഇങ്ങോട്ട് ചിലവായി പോയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഓർമ്മിപ്പിക്കണം. കയ്യിൽ പൈസ കൊണ്ട് തന്നപ്പോൾ ആ പൈസ എങ്ങോട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. സത്യം പറഞ്ഞാൽ ഞാൻ പള്ളിയുടെയും ഇങ്ങനെയുള്ള കാശ് വാങ്ങാറില്ല. കാരണം കയ്യിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാകില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും, അവസാനം അത് മറന്നുപോകും, പിന്നെ നരകത്തിൽ പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നരകത്തിൽ പോത്തൊന്നുമില്ല. പക്ഷെ നല്ല കാര്യം ചെയ്യാൻ നിന്നിട്ട് നരകത്തിൽ പോകുന്നതിനെ പേടിക്കേണ്ടത്. തറയിൽ കിടക്കുന്ന 10 രൂപ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എവിടെങ്കിലും കിടക്കുന്ന ഒരു 10 രൂപ അവിടെ കിടക്കുന്നു. കൂടുതൽ ആൾക്കാരും ഒരു 10 രൂപ വഴി കിടക്കുന്നുണ്ട്, ഇടനെ എടുത്തിട്ട് വഞ്ചിപ്പെട്ടിയിലിടും. നിന്റെ പൈസയല്ലല്ലോ വഞ്ചിപ്പെട്ടിയിലിടാൻ, നിന്റെതല്ലേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു 10 രൂപ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവകാശി ആരാണെന്ന് കണ്ടെത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തമായി എടുത്തവന്റെ തലയിലായി. പത്രത്തിൽ ആളുകൾ കൂടുന്ന പായിപ്പാട് ടൗണിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയണം, പള്ളിക്കകത്ത് കിടന്നൊരു 10 രൂപ കിട്ടിയിട്ടുണ്ട്, ആരുടേത് പരസ്യം വരെ ചെയ്യണമെന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ നമ്മുടെ ഇപ്പോഴും ഒരാൾ വിളിച്ചു, ഉസ്താദെ 2 കിറ്റ് ഞാൻ തരാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീടിനകത്ത് ഒരു സന്തോഷവും സമാധാനവും ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ ഒരു മാസമാണ്. എങ്ങനെയാണ് നമുക്ക് ബറക്കത്ത് ഉണ്ടാക്കിയെടുക്കുക? നമ്മുടെ വീടുകളിലേക്ക് അള്ളാഹുവിന്റെ സഹായം നമുക്ക് എങ്ങനെയാ കൊണ്ടുവരാൻ കഴിയുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. വീട് മുതൽ നമുക്ക് ഇങ്ങനെ നന്മകൾ പഠിക്കാൻ തുടങ്ങണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മൂസാ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മസലു ബൈതില്ലദീ യുദ്കറുല്ലാഹു ഫീ والبيت الذي لا يذكر الله فيه مثل الحي والميت. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുന്ന അബൂ മൂസാ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് സ്മരണയുള്ള വീട്, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീട്, അല്ലാഹുവിനെ കുറിച്ച് പറയാത്ത വീട്, ആ വീടുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ജീവനുള്ള വീടും ജീവനില്ലാത്ത വീടും പോലെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്. ഏത് വീടിനകത്താണോ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, ഏത് വീടിനകത്താണോ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, ആ വീട് ജീവനുള്ള വീടാണ്. ആ ഏത് വീടിന്റെ അകത്താണോ അല്ലാഹുവിനെ കുറിച്ച് പറയാത്തത്, ആ വീട് മരണ വീടാണെന്ന്, ജീവനില്ലാത്ത വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീടുകളാകണം. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വീടുകൾ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന വീടുകൾ, പരസ്പരം നിസ്കാരത്തെ കുറിച്ച്, ഖുർആൻ പാരായണത്തെ കുറിച്ച്, അധികാരികളെ കുറിച്ച്, പടച്ചവനെ കുറിച്ച് പറയുന്ന വീടാകണം. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് ഏത് വീടിനകത്ത് പറയുന്നുണ്ടോ, ആ വീട്
ജീവനുള്ള വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏത് വീടിന്റെ അകത്താണോ അള്ളാഹിനെ കുറിച്ച് പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് ഏത് വീടിനകത്താണോ ചർച്ച ചെയ്യപ്പെടുന്നത്, ആ വീട് ജീവനുള്ള വീടും അള്ളാഹ് എന്ന് പറയുന്ന പേര് പറയാത്ത വീട് അത് മരണ വീടുമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ വീട്ടിലാ അപ്പൊ അള്ളാഹിനെ കുറിച്ച് പറയണേ? ആരുടെ വീട്ടിലാ? നമുക്കൊക്കെ ചരിത്രം അറിയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് ഒരു ഉമ്മയും മകളും കൂടെ വഴക്കു കൂടുകയാ. ഉമ്മ പറയുന്നു, മോളെ പാലിന്റെ അകത്ത് പാലിനകത്ത് വെള്ളം കലർത്ത്. ഇല്ല ഉമ്മ, ഉമറാ ഖലീഫ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അതിന് ഉമർ അറിയുന്നുണ്ടോ ഈ രാത്രി വെള്ളം കലക്കുന്നത്? ഉമർ അറിയുന്നില്ലെങ്കിലും അള്ളാഹ് അറിയുന്നുണ്ടല്ലോ. അതായിരുന്നു പണ്ടത്തെ വീട്. ആരെങ്കിലും കൈയിട്ട് വരുമ്പോ ഉപ്പ എടുക്കല്ലേ ഉപ്പ എന്ന് പറയുന്ന മക്കളുടെ കാലം ഉണ്ടായിരുന്നു. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാ അള്ളാഹ് കാണുന്നുണ്ട് എന്ന് പറയുന്ന ഭാര്യമാരുണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലാവരും പലിശയുടെ പൈസ വാടിച്ചു വെക്കുന്നത് ഭാര്യ തന്നെയാ. ലോട്ടറി അടിച്ചോ എന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുന്നതും ഭാര്യ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ഭർത്താവിനെ കൊണ്ട് ഹറാമ് പേടിപ്പിക്കുന്നതും ഭാര്യ തന്നെയാ. ഇല്ലേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യ പറഞ്ഞിക്ക കൊണ്ടുപോയി പണയം വെച്ചോ, കൊണ്ടുപോയി പണയം വെച്ചോ. ഞാനിപ്പോ ഒരു ചെറുപ്പക്കാരനോട് പണയം വെച്ചതിന്റെ കഥ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, എത്ര രൂപ ഇതാ ഇതിനെ കൊണ്ട് വിറ്റാ പോരായതെന്ന് ഞാൻ തന്നെ ചോദിച്ചത്. ഇപ്പൊ ഞാൻ ഒരു പയ്യനോട് ചോദിച്ചതേ ഉള്ളൂ. അവനുണ്ടായിരുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ചു. ഇപ്പൊ അതിനേക്കാളും പലിശ അടച്ചിട്ട് കൊണ്ട് വിട്ടിരുന്നെങ്കിൽ ഈ പാടില്ലായിരുന്നല്ലേ. ഇനി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് വിറ്റാ മതി എന്നുള്ള അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടങ്ങനല്ല. വീടുകൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വീടുകൾ, ദിക്റുകളും സ്വലാത്തുകളും മൗലിദുകളും റാത്തീബുകളും മുഹിയുദ്ദീൻ മാലയും ഹദ്ദാദ് റാത്തീബും ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ വീടിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ സീരിയലിന്റെ ശബ്ദം മാത്രമല്ലാതെ വേറെ ഒന്നും നമ്മുടെ വീടിനകത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സഈദ് റളിയല്ലാഹു തആല അൻഹു ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി وسلم أيما أفضل الصلاة في بيتي أبي الصلاة في المسجد قال لا قال ألا ترى إلى بيتي ما أقربه من المسجد فلن أصلي في بيتي أحب إلي من أن أصلي في المسجد إلا أن تكون صلاة مكتوبة. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വ്യക്തമായി കേൾക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി കേൾക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വീടിനെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. റഹ്മത്തിന്റെ മാലാഖമാര് തേടി വരുന്ന ഒരു വീടിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം? സഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണോ ഉത്തമം, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതാണോ ഉത്തമം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി, അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ വീടിന്റെ അടുത്താണോ പള്ളി? നീ കാണുന്നില്ലേ, നിന്റെ വീടിനടുത്തല്ലേ പള്ളി? സഹാബി ചോദിച്ചു, വീട്ടിൽ നിസ്കരിക്കുന്നതാണോ പള്ളി നിസ്കരിക്കുന്നതാണോ ഉത്തമം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ ഉത്തമം? പള്ളിയിൽ നിസ്കരിക്കുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിന്റെ അടുത്തല്ലേ പള്ളി, കണ്ണ് കാണുന്നില്ലേ നിനക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിസ്കരിക്കുന്നതാണ് ഉത്തമം. എന്നിട്ട് പറഞ്ഞ മറുപടി, പക്ഷേ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനാൽ എനിക്കിഷ്ടമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാ. ഏത് നിസ്കാരം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർബന്ധമെന്നൊരു 5 വഖത്ത് ഫർള് നമസ്കാരം ഒഴികെ
5 വഖത്ത് ഫർള് നമസ്കാരം അത് പള്ളിയിൽ തന്നെ വന്ന് നിസ്കരിക്കണം. അത് പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. പക്ഷേ സുന്നത്ത് നമസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം. എനിക്കിഷ്ടം അതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം സുന്നത്ത് നമസ്കാരം, അതുകൊണ്ടാ സുന്നത്ത് നിസ്കാരം റൂമിലും വീട്ടിലും നിസ്കരിക്കാൻ വലിയ പ്രതിഫലമാ. അവിടെ നിസ്കാരം കഴിഞ്ഞ് ഉളുവെടുത്തു പള്ളിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഫസല്ലൂ അയ്യുഹന്നാസു ഫീ ബുയൂതികും ഫഇന്ന അഫ്ളലു സ്വലാത്തി സലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബാ. വീടിന്റെ അകത്ത് സമാധാനം കിട്ടാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ഒരു എളുപ്പ വഴി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ വീടുകളിൽ വെച്ച് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കുക. ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും ഫഇന്ന അഫ്ളല സ്വലാത്തി സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ വീടുകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കുക. തീർച്ചയായും ഫർളല്ലാത്ത നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യൻ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരങ്ങളിൽ വെച്ച് സുന്നത്ത് നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ശ്രേഷ്ഠമായ നമസ്കാരം അതിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരമാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കം വരുന്നുണ്ടോ? നബിയിനാ റസൂലുള്ളാഹി. ചുമ്മാ കുറെ ഹിജാബും വെറുതെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. കുറെ ആധുനിക വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ പഠിക്കേണ്ടത്. കുറെ ഇപ്പൊ വാർത്ത അങ്ങോട്ട് എടുത്തു നോക്കിയ ഹിജാബ് എല്ലാവർക്കും അറിയാം എന്താ ഹിജാബിന്റെ വിഷയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കന്യാസ്ത്രീകൾക്ക് അവരുടെ തുണി ധരിക്കാം, സിഖുകാർക്ക് അവരുടെ തുണി ധരിക്കാം, അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കോളേജിലും പോകാം. അതൊന്നുമില്ല. അതൊക്കെ മൗലിക അവകാശങ്ങൾ, മറ്റു നിയമങ്ങൾ. ഇവിടെ പാവപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾ ശരീരത്ത് ഫർദയിട്ടുകൊണ്ട് കയറി, അത് വേറെ വിഷയം. നമ്മുടെ നാടിൻ്റെ ഓരോ നിയമങ്ങൾ, നമ്മുടെയും ടാക്സ് മേടിച്ച് നമ്മുടെ പൈസ കൂടെ മേടിച്ചിട്ടാണ് ഇവരൊക്കെ കയറി നെളിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഓരോ നിയമങ്ങൾ പറയുമ്പോൾ അല്ലാഹു ആലം എങ്ങോട്ടാണ് ഈ പോക്കെന്നറിയില്ല. ചുമ്മാതല്ല ഈ കൊറോണ ഒക്കെ മാറാത്തെ. ഇതൊക്കെ മാറാതെ ഒന്നിനു പുറകെ ഒന്നൊന്നിന് ഓർമ്മയില്ല പലരും. പണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കാൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറഞ്ഞവർ തന്നെ കൊറോണ വന്നപ്പോൾ തുറന്നോ, വിളിച്ചോ, നിസ്കരിച്ചോ, പ്രാർത്ഥിച്ചോ. അള്ളാഹുവിനെല്ലാം കഴിയുമെന്നുള്ള ഓർമ്മ നമ്മളിൽ പലരുമില്ല. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഇതിനെയൊക്കെ വിമർശിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരോ അതൊങ്ങനൊന്നും കുഴപ്പമില്ല, മറ്റേതാ നമ്മളങ്ങനെ ആയിപ്പോയില്ല പഠിച്ചാൽ. നാളെ അള്ളാഹയെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മുടെ കോപം അങ്ങനെ. ഇതിനെക്കുറിച്ചൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹു ഈ ഉമ്മത്തിന് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. എടാ, ദീനിന്റെയും ഇസ്ലാമിന്റെയും വിഷയങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പോലും പറയുമ്പോഴത്തേക്ക് അതിനെയും ന്യായീകരിക്കുന്നവരില്ലേ. വേണ്ടവരിടട്ടെ, വേണ്ടാത്തവരിടണ്ട, ഇട്ടില്ലെങ്കിൽ സ്കൂളിലെ യൂണിഫോമാണ്. ഏത് സ്കൂളിലും യൂണിഫോം ഉണ്ട്, ഏത് കോളേജിലും യൂണിഫോം ഉണ്ട്. പക്ഷെ യൂണിഫോമിന്റെ മുകളിലല്ലേ ഇതൊക്കെ ധരിക്കണേ, അല്ലാതെ ആ യൂണിഫോം അല്ലാന്നല്ലോ. ഏത് സ്കൂളിലാണെങ്കിലും നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊക്കെ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്നവരാ. അന്ന് മുതൽ ഹിജാബ് ഇടാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പോഴല്ലേ ഇതെല്ലാം കടന്നു വന്നത്. എവിടെന്നെങ്കിലും ആരെങ്കിലും കുറെ നാൾ തുപ്പൽ ജിഹാദും പിന്നെ ഹലാൽ ജിഹാദും ഒക്കെ ഇതൊക്കെ പൊട്ടി പാളീസായപ്പോൾ പുതിയതും കൊണ്ടിറങ്ങിയിരിക്കുക. ഇലക്ഷനൊക്കെ കടന്നു വരുമ്പോൾ ഇങ്ങനെ പലതും കടന്നു വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അതിടുക ഇതിടുക എന്തെല്ലാം വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു. വെറുതെ അള്ളാഹുവിൻ്റെ ദീനിനെ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ നൂറ്, ഈ നൂറ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഒരുത്തനും ഈ ഭൂമിയിലുള്ള സർവ്വരും ഇസ്ലാമിനെതിരെ നിന്നാലും അള്ളാന്റെ ദീൻ ഈ ലോകത്ത് തന്നെ നിലനിൽക്കും. കാരണം അള്ളാഹുവായി ഈ ദീൻ നിലനിർത്താമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പ്രപഞ്ചം മുഴുവനും ഇസ്ലാമിനെതിരെയായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാലും തകരൂല.
കാരണം അള്ളാഹുവിന്റെ ദീൻ അത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിനുള്ളത്. അള്ളാഹു നിലനിർത്തും, ഞാൻ നിലനിർത്തുമെന്ന് പടച്ച റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നമ്മൾ നമ്മുടെ ദീൻ നിലനിർത്താൻ നോക്ക്. ആദ്യം നമ്മുടെ ദീനാ നിലനിർത്തേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ ഇതൊക്കെ കണ്ടുപഠിക്ക്. ഓരോ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഇപ്പൊ മംഗലാപുരത്തിന് പെണ്ണ് വീഡിയോ ഒക്കെ എടുത്ത് എന്താ പടച്ചവനല്ലേ, നമ്മുടെ മക്കളെ ഓടും, നമ്മുടെ മക്കൾ ഓടും. പക്ഷെ ആ പെൺകുട്ടി ചങ്കൂറ്റത്തോടു കൂടി നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അതാണ് എനിക്ക് ആ പെണ്ണിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ പഴയ കാലത്തെ പെണ്ണുങ്ങളെ ഓർമ്മ വന്നു, പഴയ കാലത്തെ മഹദിമാരെ ഓർമ്മ വന്നു. അതാണ് ഇന്നത്തെ യുവത്വം. കള്ളും പെണ്ണും കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ ദീൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അമുസ്ലിമിനെ കാണുമ്പോ ഇട്ടിരുന്ന ഫർദയും ഊരിക്കളഞ്ഞ് ഉപ്പാനെ ഉമ്മാനെയും ബാത്റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന കാലഘട്ടം. അള്ളാഹുവിന്റെ ദീൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാന്റെ ദീനിന്റെ ശിആറുകളെ, നിയമങ്ങളെ പാലിക്കുന്ന മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. അത് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നു, ബാങ്ക് വിളിച്ചു, 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് വരുന്നു. അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് പോയി, വീടടുത്താണെങ്കിൽ വീട്ടിലേക്ക് പോയി സുന്നത്ത് നിസ്കരിക്കുന്നു. ഇത് പിന്നെ വീട്ടിൽ പോയി നിസ്കരിക്കാത്തവനോട് ഇവിടെ നിസ്കരിച്ച് വീട്ടിൽ പോയി നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞത്, തഹജ്ജുദ് സുബഹിക്ക് പള്ളിയിലേക്ക് വരാൻ എഴുന്നേൽക്കുന്ന നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു വുളുവെടുത്ത് ദിക്റ് പറഞ്ഞു പള്ളിയിലേക്ക് വന്നാൽ ഓരോ ചുവട്ടിടിക്കും പ്രതിഫലം. അതാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന വീട്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന വീട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫർദല്ലാത്ത നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യർ തന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ തജഅലൂ ബുയൂതകും മകാബിറാ ഇന്ന ശൈത്വാന യൻഫിറു ബി ബൈതിൻ അല്ലദീ തുഖറഉ ഫീഹി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അപ്പോൾ ഒന്ന്, ഫർളല്ലാത്ത നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ ഏത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു, അള്ളാഹുവെ ആ നിസ്കാരം വല്ലാത്ത ഇഷ്ടമുള്ളതാണ്, ആ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വരുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. 2, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വീട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ ശ്മശാനങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനാക്കരുത്. അയ്യത്ത് കൊണ്ടടക്കുന്ന സ്ഥലങ്ങളെ പോലെ നിങ്ങളുടെ വീട് നിങ്ങൾ ആക്കരുത്. നിശ്ചയം എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈതി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു, പിശാച് ആ വീട്ടിൽ ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബഖറ. ഏറ്റവും വലിയ സൂറത്ത്, ഏറ്റവും വലിയ സൂറത്ത്, 2.5 ജുസുബോളമുള്ള ആ സൂറത്തുൽ ബഖറ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നോ അവിടെ ഇബ്ലീസ് ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു യാസീൻ ഓതുന്നില്ല, പിന്നെ 2.5 ജുസുള്ള ബഖറ ഓതുക, എന്നിട്ടാണ് ഇങ്ങനെ നടക്കുക. ശൈത്താനെ ഇറക്കാനുള്ള വഴി തേടിയിട്ട് ചാത്തരെ ഇറക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞ് നടക്കുക. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്തിരുന്ന ഏത് ചാത്തരും വെളിയിൽ ഇറങ്ങുന്ന, നമ്മളോ അതില്ല, ഓതാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ നടക്കും. എവിടെങ്കിലും പോകുമ്പോൾ കുറച്ച് അത് ഇതൊക്കെ ചെയ്യണം, അപ്പോൾ ഉപ്പും കല്ലും എടുത്തിട്ട് തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നിന്റെ വീടിനകത്ത് പാരായണം ചെയ്യ്. നീ അത് പള്ളിപ്പറമ്പ് പോലെ ആക്കല്ലേ എന്ന് പറഞ്ഞ ഖുർആൻ ഓതാത്ത വീടിനെ കുറിച്ചായി പറഞ്ഞത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ശ്മശാനം പോലെയാ.
അത് ശവപ്പറമ്പ് പോലെയാണ്, പള്ളിപ്പറമ്പ് പോലെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യാത്ത വീട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, വീടുകളിൽ ഖുർആൻ പാരായണം നിങ്ങൾ പതിവാക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുകയാ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇന്ന അസ്ഫറൽ ബുയൂത അല്ലദീ അസ്ഫറ മിൻ കിതാബില്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏറ്റവും ദാരിദ്ര്യമുള്ളവൻ ആരെന്നറിയുമോ? ഏറ്റവും ദരിദ്രമായ വീട് ഏതെന്നറിയുമോ? പണമില്ലാത്തവന്റെ വീടല്ല, കരണ്ടില്ലാത്തവന്റെ വീടല്ല, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവന്റെ വീടല്ല, പടച്ചവനെ പട്ടിണി കിടക്കുന്നവന്റെ വീടല്ല. ഏറ്റവും ദരിദ്രമായ വീട് ഏതെന്നറിയുമോ? മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ ഇല്ലാത്ത വീടാ.